ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഇന്നത്തെ വീഡിയോ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മളിന്നൊരു വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോയുടെ അവസാനം നമ്മളൊരു അടിപൊളി കോംബോയും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ടിപ്പും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളും അതേപോലെ തന്നെ റെയർ വെറൈറ്റീസും അതേപോലെ നോർമൽ വെറൈറ്റീസും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസും അതേപോലെ റേറ്റും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ്. ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ്. അല്ലാത്തവർക്ക് DTDC കൊറിയർ സർവീസ് വഴിയും വാൻ സർവീസ് വഴിയും പ്ലാന്റ്സിലൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് കയാട്ട പ്ലാന്റ് ആണ് കേട്ടോ. കയാട്ട പീച്ച് ഒരുപാട് പേര് ചോദിക്കുന്ന പ്ലാന്റാണ് കയാട്ട പീച്ച്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കയാട്ടയുടെ പോട്ടിലുള്ള ഈ ഒരു ബിഗ് സൈസ് പ്ലാന്റും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പോട്ടിലുള്ള ഈ ഒരു വലിപ്പമുള്ള ബിഗ് സൈസ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് 350 ആണ്. നിറയെ പൂക്കളോട് കൂടിയ വലിയ പ്ലാന്റാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. കണ്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇനി ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ് 200 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്ലാന്റുകളും കൊടുത്തിരിക്കുന്നത്. 200 ആണ് ഈ ഒരു കയാട്ട പീച്ചിൻ്റെ കവർ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ്. അതേപോലെ നെക്സ്റ്റ് പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ ആണ്. ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ബിഗ് സൈസ് പ്ലാന്റാണ്. നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ്. എല്ലാത്തിലും ബെഡ് വന്ന് പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. നല്ല ഫ്രഷ് പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഗോൾഡൻ സൺഷൈൻ്റെ ഈ ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 550 രൂപ. 550 ആണ് ഇന്നത്തെ റേറ്റ്. കണ്ടോ, ബിഗ് സൈസ് പ്ലാന്റാണ്. ഫ്രഷാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. നിറയെ പൂക്കളുള്ള പ്ലാന്റുകളാണ്. നല്ല ഭംഗിയാണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് കാണാനായിട്ട്. അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് സെൻഡായി ഓറഞ്ചാണ് കേട്ടോ. സെൻഡായി ഓറഞ്ചിൻ്റെ ഫ്ലവർ കാണാനും അതേപോലെ തന്നെ ലീഫ് കാണാനും കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ് ലീഫ് കാണാനും. സെൻഡായി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 350 ആണ് കേട്ടോ. കണ്ടോ, ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റാണ്. പെറ്റൽസൊക്കെ വളരെ വ്യത്യസ്തമാണ് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 250യുടെ പ്ലാന്റാണ് കേട്ടോ അത്. അതേപോലെ തന്നെ സിംഗപ്പൂർ പിങ്കിൻ്റെ ബിഗ് സൈസ് പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. സിംഗപ്പൂർ പിങ്കിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ പൂക്കളും വലിയ ലീഫും ഡാർക്ക് ഗ്രീൻ കളറ് ലീഫുമാണ് കാണാൻ. നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള, അതായത് ബിഗ് സൈസ് പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് 250 ആണ്. പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. 250 ആണ് ഇന്നത്തെ റേറ്റ്. അതേപോലെ തന്നെ 250യുടെ വേറെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, നിറയെ പൂക്കളോട് കൂടിയ ലാവണ്ടർ. അതേപോലെ തന്നെ കണ്ടോ, നിറച്ച് പൂക്കളുള്ള ഫർമോസ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റാണിത്. ഈ പ്ലാന്റ് കണ്ടോ, 250 ആണ് റേറ്റ്. ഇത് ഫർമോസ വയലറ്റ് ആണ്. അതേപോലെ തന്നെ ഫർമോസ ലാവണ്ടർ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ 250 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. എല്ലാത്തിലും നിറയെ പൂക്കളാണ് കേട്ടോ. നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്.
7 ഇഞ്ച് പോട്ടിൽ നല്ല ബുഷായിട്ട് വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 250 ആണ്. നല്ല ഡാർക്ക് കളർ പ്ലാന്റും നമുക്ക് വന്നിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് റെയർ വെറൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് ബട്ടർ കപ്പിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ്. ഒരു പ്രാവശ്യം പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയി. നെക്സ്റ്റ് അതിന് ബഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ബട്ടർ കപ്പ് റൂട്ടഡ് അല്ല, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള ബട്ടർ കപ്പ് ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് 1100 രൂപയാണ്. നല്ലപോലെ ബ്രാഞ്ചസൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. അതേപോലെ തന്നെ ബട്ടർ കപ്പിൻ്റെ 1000-ൻ്റെ സൈസ് കുറഞ്ഞ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് ബ്രീസ പീച്ചാണ്. ബ്രീസ പീച്ചിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. നല്ല ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ബ്രീസ പീച്ചിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 700 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. അതേപോലെ തന്നെ ബ്രീസ റെഡ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രാഫ്റ്റഡ് ആണ്. ഈ ഒരു സൈസിലുള്ള ബ്രീസ റെഡിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 1100 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ബ്രീസ റെഡിൻ്റെയൊക്കെ ഫ്ലവറുകൾ കാണാനായിട്ട്. 1100 രൂപയുടെ പ്ലാന്റുകളാണ് ഇതെല്ലാം. സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബട്ടർ കപ്പിൻ്റെയൊക്കെ വലിയ പ്ലാന്റാണ് നമ്മൾ 1100 പറഞ്ഞത്. ഇനി ഇതിൻ്റെ എല്ലാം മീഡിയം സൈസ് പ്ലാന്റ് 1000-ൻ്റെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇത് പിങ്ക് ബ്യൂട്ടിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. 180-യുടെ പ്ലാന്റാണിത്. 180 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം ഭംഗിയാണ് പ്ലാന്റ്. ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് ആ വൈറ്റ് ഇതൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 180-യുടെ പ്ലാന്റാണിത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് അഡർണയാണ് കേട്ടോ. അഡർണയുടെ നിറയെ പൂക്കളോട് കൂടിയ ബിഗ് സൈസ് പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 1000 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. അഡർണക്ക് 3 കളർ ഫ്ലവറാണ് വിരിയ. യെല്ലോ, ഓറഞ്ച്, മജന്ത. ഈ ഒരു 3 കളർ ഫ്ലവറും മിക്സഡ് ആയിട്ട് വിരിഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ബിഗ് സൈസ് പ്ലാന്റ് 1000 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതെല്ലാം അടർന്നെല്ലാം റൂട്ടഡ് ആണ്. ഒന്നും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല. റൂട്ട് സ്റ്റെമ്മ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റുകളാണ്. കണ്ടോ, ബിഗ് സൈസ് പ്ലാന്റ് ആണ്. അടുത്തത് വാട്ടർമെലോൺ കിസ്സാണ്. വാട്ടർമെലോൺ കിസ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റും അതേപോലെ തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. 1100 രൂപയാണ് വാട്ടർമെലോൺ കിസ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് റൂബി റെഡാണ്. റൂബി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട്. 250 ആണ് റൂബി റെഡിൻ്റെ റേറ്റ്. പൂക്കൾ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. 250-യുടെ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് സൈസ് ആണ് കേട്ടോ 250-യുടെ. ഇനി നമുക്ക് റൂബി റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് 400-ൻ്റെ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരുപാട് പേര് കവർ സൈസ് പ്ലാന്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ റേറ്റ് കുറവിലാണ് നമ്മൾ ഈ പ്ലാന്റൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. 250-യുടെ പ്ലാന്റ് സൈസ് ആണ് കേട്ടോ ഇത് റൂബി റെഡിൻ്റെ. അതേപോലെ തന്നെ ഫൈറോപ്പാൽ ഓറഞ്ച് ബിഗ് സൈസ് പ്ലാന്റ് 350 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. 350 രൂപയുടെ പ്ലാന്റ് സൈസാണിത്. നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലെയിം റെഡിൻ്റെ 350-യുടെ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് 350-ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ് സൈസ് ഇതാണ്. 350 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഫ്ലെയിം റെഡിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട്.
അതേപോലെ തന്നെ മഹാറ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റ്സുകൾ നമുക്ക് പീച്ച്, വയലറ്റ്, അതേപോലെ ഒരുപാട് കളറുകൾ മഹാറ വെറൈറ്റീസ് എല്ലാം തന്നെ 150ക്ക് അവൈലബിൾ ആണ്. ഒരുപാട് 150യുടെ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. മഹാറ വെറൈറ്റീസിൻ്റെ മിക്ക കളേഴ്സും നമുക്കിപ്പോൾ 150ക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പൂനെ ലാവൻഡർ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. പൂനെ ലാവൻഡർ 200 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ് കേട്ടോ. പൂനെ വെറൈറ്റീസ് എല്ലാം തന്നെ നിറച്ച് നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. 200 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. അതേപോലെ തന്നെ പൂനെ വൈറ്റൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റേറ്റിൽ തന്നെ. ഇത് തായ് ഡിലൈറ്റ് ആണ് കേട്ടോ. സിൽവർ തായ് ഡിലൈറ്റ് ആണ്. നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 500 ആണ് റേറ്റ് കേട്ടോ. നല്ല ഭംഗിയാണ് തായ് ഡിലൈറ്റിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. കണ്ടോ, ലീഫും അതേപോലെ തന്നെ വ്യത്യാസമാണ്, ഫ്ലവറും വ്യത്യസ്തമാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതാണ്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് കാണാനായിട്ട്. അതേപോലെ തന്നെ പൂനെ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്കിത് കണ്ടോ, നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ്. 200 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. കണ്ടോ, 200ൻ്റെ പ്ലാന്റാണിത്. നല്ല ചെറിയ പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ, നല്ല വലിപ്പമുള്ള ബിഗ് സൈസ് പ്ലാന്റാണ് നമുക്ക് 200ന് റെഡി ആയിട്ടുള്ളത്. ക്ലിയറൻസ് സെൽ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിന് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ സെയിലിന് വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹവായ് വയലറ്റ് എല്ലാവർക്കും അറിയാം, നല്ലൊരു റെയർ വെറൈറ്റീസ് തന്നെയാണ് ഹവായ് വയലറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഹാങ്ങിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഹവായ് വയലറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 400 ആണ് കേട്ടോ. ഹവായ് വയലറ്റിൻ്റെ പ്രത്യേകത ഒരു റെയറാണ്. ഹവായ് ഐറ്റംസ് എല്ലാം തന്നെ റെയർ ഐറ്റംസ് ആണ്. അതിൻ്റെ ആ ഫ്ലവറും അതേപോലെ തന്നെ ആ ലീഫും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഹാങ്ങിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റുകളൊക്കെ. ഹവായ് ഐറ്റംസൊക്കെ നമുക്ക് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇത് ഡോക്ടർ റാവുഡ് ഓറഞ്ചാണ്. ഡോക്ടർ റാവുഡ് ഓറഞ്ച് 180ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പൂക്കൾ വന്നിട്ടുള്ള നല്ല ബുഷ് പ്ലാന്റാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബട്ടർഫ്ലൈ യെല്ലോ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ആ ലീഫും അതേപോലെ തന്നെ ആ ഫ്ലവർ കാണാനും ബട്ടർഫ്ലൈ യെല്ലോയുടെ കണ്ടതാണ് പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത്. 500 രൂപയാണ് ഈ ബട്ടർഫ്ലൈ യെല്ലോയുടെ റേറ്റ് കേട്ടോ. കണ്ട, നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 500 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ തിന്മ പിങ്കും വൈറ്റും കൂടി മിക്സായിട്ട് വരുന്ന പ്ലാന്റാണ്. തിന്മ വെറൈറ്റീസാണിത്. 180 ആണ് റേറ്റ് കേട്ടോ. തിന്മയുടെ റേറ്റ് 180 ആണ്. 180 രൂപയുടെ പ്ലാന്റുകളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കോംബോ കാണിക്കുന്നുണ്ട്. ചില്ലി റെഡ്, ചില്ലി യെല്ലോ, റൂബി റെഡ്, കയാട്ട പീച്ച്. ഈ ഒരു 4 പ്ലാന്റ് ഉൾപ്പെട്ട കോംബോ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് 950 രൂപയ്ക്കാണ് കേട്ടോ. കോംബോയാണ് 950 രൂപയുടെ 4 പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമ്മളൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പ്രത്യേകം കാണാൻ ശ്രമിക്കുക. ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങളുടെ പ്ലാന്റ് ഉണങ്ങിപ്പോയി, അല്ലെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ശകലം ഉണക്ക് കാണുമ്പോൾ തന്നെ എല്ലാവരും ആ പ്ലാന്റ് പോയി, അത് കേസാണെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്ത് ആ പ്ലാന്റ് ഞങ്ങൾ കളയും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മളൊരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് അവർ ടൂറ് പോയി വരെ നമ്മൾ അറിയിച്ചില്ല. അപ്പോൾ ആ പ്ലാന്റ് അവിടെ ഇരുന്നു, കസ്റ്റമർ എടുക്കാതെ ഇരുന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, അത് ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തിയ പ്ലാന്റാണിത്. വന്നപ്പോൾ നല്ലപോലെ ഉണങ്ങി, തുമ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ലീഫെല്ലാം കൊഴിഞ്ഞു, തുമ്പെല്ലാം ഉണങ്ങി. കണ്ടോ, പരമാവധി നമ്മൾ തുമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. വീണ്ടും അതിൻ്റെ തുമ്പുകൾ ചിലത് നമ്മൾ കട്ട് ചെയ്യാൻ മറന്നുപോയ തുമ്പാണിത്.
നമ്മളതെല്ലാം പ്രതീക്ഷ കൈവിടാതെ നമ്മളതെല്ലാം കൂടി ഒരു പോട്ടിൽ നട്ട് വെച്ചു. പോട്ടിൽ നട്ട് വെച്ചിട്ട് ഇത് എല്ലാ പ്ലാന്റിലും നമുക്ക് പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ വന്ന പ്ലാന്റ് ആണെങ്കിൽ പ്രത്യേകം ഓർക്കണം, ഈ പൊരിഞ്ഞ വെയിലത്ത് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഒരു പോട്ടിൽ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതെ അങ്ങോട്ട് നട്ട് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ടാപ്പുണ്ട്. ആ ടാപ്പിൻ്റെ ചോട്ടിലാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ ആ ടാപ്പിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ടാപ്പ് തുറക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളത്തുള്ളികളൊക്കെ തെറിച്ച് എപ്പോഴും ആ പോട്ടിന് എപ്പോഴും ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നൊരു ഏരിയയിലാണ് നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചത്. അതെല്ലാം തന്നെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ഉണങ്ങി പോയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ പ്ലാന്റിൻ്റെ ചെറിയ കമ്പളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സാഫ് ഉണ്ടെങ്കിൽ സാഫ് തേക്കാം. നമ്മൾ സാഫ് തേച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ടാപ്പിൻ്റെ ചോട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ മിക്കപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇവിടെ വന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് തുള്ളി തെറിച്ച് നമ്മൾ കൈയും കൊണ്ടാണെങ്കിലും വരുത്തി വെള്ളമൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത പ്ലാന്റാണ്. അപ്പോൾ അതെല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.